ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 ദിവസത്തെ കാത്തിരിപ്പിനും കണക്കുകൂട്ടലുകൾക്കുമാണ് നാളെ വിരാമമാകുന്നത്. നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാവുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് നാളെ അറിയാം. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും നാളെയാണ്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് അവിടുത്തെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR കോഡ് പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ പോളിംഗ് സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. കേന്ദ്രസേനയ്ക്ക് പുറമെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഈ മാസം 6-ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സർവീസ് വോട്ടുകൾ സംബന്ധിച്ച് തപാൽ വകുപ്പിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റോടും നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിൻ്റെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരുന്ന വിധത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിലെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം എണ്ണി തുടങ്ങുന്നത് തപാൽ വോട്ടുകളായിരിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൗണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർ ഉണ്ടായിരിക്കും. ഒരു റൗണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. 17 മുതൽ 20 വരെ റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് ഹാളിലേക്കുള്ള പ്രവേശനം QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേക പാർക്കിങ്ങിനുള്ള സൗകര്യം കൌണ്ടിംഗ് കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 3 ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും സജ്ജീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനായി കോട്ടയം ജില്ലയിൽ നാളെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായി 1456 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ 7 ഇടങ്ങളിലായാണ് നാളെ വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
ജില്ലയിൽ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലൂടേത് നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടക്കും. വേങ്ങര, വള്ളിക്കുന്ന്, തിരുരങ്ങാടി എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ യഥാക്രമം തിരുരങ്ങാടി KM മൗലവി മെമ്മോറിയൽ ഓർഫനേജ് അറബിക് കോളേജ്, തിരുരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുരങ്ങാടി ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. താനൂർ, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തിരൂർ SSM പോളിടെക്നിക്കിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പൊന്നാനി അച്യുതവാര്യർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണങ്ങൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കൊൽക്കത്ത 14 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺ എടുത്തിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള 14 ഇന നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. ലക്ഷദ്വീപിലെ കവരത്തിയിൽ BR അംബേദ്കർ ITIയിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഗൂൺ ബീച്ച് ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുത തൂണിൽ ബൈക്കിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് AR ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെയായിരുന്നു പരീക്ഷ. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിലും ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിലുമാണ് പരീക്ഷ നടന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാന തലത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാന ശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMAയുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 28-ന് നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.